നാളെ കർക്കിടകവാവ്. ഇന്നിപ്പോൾ നമുക്ക് ഒരിക്കലാണ്. ഇപ്പോൾ നമ്മൾ ഒരു നേരം ചോറുണ്ടിട്ട് 2 നേരം എന്തെങ്കിലും അരിൻ്റെ പലഹാരം അല്ലാത്തത് എന്തെങ്കിലും കഴിച്ചിട്ട്, അരിപ്പലഹാരം കഴിച്ചോളണമെന്നില്ല, പണ്ടൊക്കെ എല്ലാവരും കഴിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ അരിപ്പലഹാരം കഴിക്കാറില്ല. ഇപ്പോൾ രാവിലെ ചപ്പാത്തിയോ ഉപ്പുമാവോ വൈകുന്നേരം ചപ്പാത്തിയൊക്കെ തിന്നുക. നാളെ രാവിലെ നേരത്തെ കുളിച്ചിട്ട് വെള്ളം ഒഴുകണ വെള്ളം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ വെലിയിടുക. ഇപ്പോൾ സാധാരണ നമ്മൾ വെലിയിടുമ്പോൾ ചോറ് വെച്ചിട്ട് ഉരുളൊരുട്ടിയിട്ടാണ് വെക്കാറ്. പക്ഷേ ഇതിപ്പോൾ വെള്ളത്തിൽ വെലിയിടുന്ന സമയത്ത് നമുക്ക് പിന്നെ ചോറിൻ്റെ ആവശ്യമില്ല, വെറുതെ അരി മതി, ഉണങ്ങല്ലരി മതി. പിന്നെ ഉണങ്ങല്ലരി, പിന്നെ എള്ള്, ചന്ദനം, ചെറുളയാണ് നമ്മൾ വെലിയിടാൻ വേണ്ടിയിട്ടുള്ള പൂവ് ഉപയോഗിക്കുക. അത് പിന്നെ വിളക്ക്, ചന്ദനത്തിരി എന്നിത്യാദി സാധനങ്ങളൊക്കെ കൊണ്ടുപോവുക. എന്നിട്ട് വിളക്ക് അവിടെ കത്തിച്ച് വയ്ക്കുക. ചന്ദനത്തിരി ഒരു ചെറിയ ഒരു പാത്രത്തിന് ഇതിൻ്റെ മുകളിൽ കത്തിച്ച് വയ്ക്കുക, കുത്തി വയ്ക്കുക. പിന്നെ എന്നിട്ട് നമ്മൾ കുളിക്കുക, നല്ലോണം മുങ്ങി കുളിക്കുക. ഒരു ചീന്തലിയും ഒരു നാക്കലിയും കൊണ്ടുപോവുക. എന്നിട്ട് ആദ്യം നമ്മൾ വെള്ളത്തിൽ മുങ്ങി നല്ലോണം താണ് മുങ്ങണം. മുങ്ങിയതിൻ്റെ ശേഷം നമ്മളൊരു പാത്രം കൊണ്ടുപോവുക. ആ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കൈ ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് അതിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം വെച്ചാൽ ഈ ഇലയും പൂവും നാക്കല അവിടെ വയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ പുറത്ത് വലത്ത് ഭാഗത്തായിട്ട് ചീന്തല വയ്ക്കുക. എന്നിട്ട് ആ ചീന്തലയിൽ അരി, പൂവ്, ചന്ദനം, എള്ള് എന്നിത്യാദി സാധനങ്ങളൊക്കെ കുറച്ചിടുക. എന്നതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഈ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെള്ളം നല്ലോണം ഒരു കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ട് നമ്മൾ എല്ലാ നദികളെയും, ഗംഗ, യമുന, പിന്നെ സിന്ധു, കാവേരി, ബ്രഹ്മപുത്ര എന്നിത്യാദി നമുക്ക് വിശേഷപ്പെട്ട കുറേ നദികളുണ്ട്. ആ നദികളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒരരിയും പൂവും അരിക്കിടുക. ഉണങ്ങലരി പൂവും അരിക്കിട്ടിട്ട് നമ്മൾ ആ വെള്ളം എടുത്തിട്ട് നമ്മളെ മേലെ ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ ശുദ്ധിയാവുക. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് വെള്ളം കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ വെള്ളം കൊണ്ട് നമ്മൾ ശരീരം ശുദ്ധി ചെയ്യുക. നമ്മൾ ഈ വെച്ച നാക്കലയിൽ നമ്മൾ ഈ വെള്ളം ഒന്ന് കുടയുക. ഈ പൂവിൻ്റെ മുകളിലൊക്കെ ഈ വെള്ളം ഒന്ന് കുടഞ്ഞിട്ട് നമ്മൾ ആദ്യം ശരീര ശുദ്ധി വരുത്തുക. എന്നതിന് ശേഷം ദർഭപ്പുല്ല് വാങ്ങിയിട്ട് ഈ സ്റ്റോറുകളിൽ, പൂജാ സ്റ്റോറിലൊക്കെ കിട്ടും. അതിങ്ങനെ ഒരു ചാൺ വലുപ്പത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ചെറിയ കെട്ടുണ്ടാക്കുക. എന്നിട്ട് അത് നല്ലോണം വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഈ ഇലയിൽ ഇങ്ങനെ നൂർത്തി വയ്ക്കുക. തലഭാഗം താഴത്തേക്ക് മറ്റേ തലയും പാലും ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ശരിക്കും നീളത്തിൽ വയ്ക്കുക. എന്നതിന് ശേഷം എന്ത് ചെയ്യണം വെച്ചാൽ കാൽഭാഗം താഴത്തേക്കും തലഭാഗം മുകളിലേക്കായിട്ട് വയ്ക്കേണ്ടത് കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നല്ലോണം മുകളിലേക്ക് 2 കൈയും പൊന്തിച്ചിട്ട് പിതൃലോകത്തുനിന്ന് പിതൃക്കളെ ആവാഹിക്കണോ എന്ന് പറഞ്ഞിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മരിച്ചു പോയിട്ടുള്ള നമ്മളെ കുടുംബത്തിലും നമ്മളെ പിന്നെ അറിഞ്ഞും അറിയാതെയും മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെ അച്ഛൻ്റെ വീട്ടിലും അമ്മേൻ്റെ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലും ആരൊക്കെ നമുക്ക് മരിച്ചു പോയിക്കെന്ന് വെച്ചാൽ പ്രത്യേകമായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് പിതൃക്കളെ നമ്മൾ ധ്യാനിച്ചിട്ട് അവരെ ഇങ്ങോട്ട് ആവാഹിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ 2 കൈയും മേൽപോട്ട് പൊതിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ ദർഭപ്പുല്ലിൻ്റെ മുകളിൽ ഇങ്ങോട്ട് ആവാഹിക്കുക. എന്നതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അപ്പോൾ നമ്മൾ ഈ ആവാഹിച്ച ഈ പിതൃക്കൾ ഇപ്പോൾ നമ്മൾ ഈ പുല്ലിൻ്റെ മുകളിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മളെ മനസ്സിലുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം അവർ വന്നാൽ എന്താ ചെയ്യുക, കാല് കഴുകി വയ്ക്കുക. കാലിൻ്റെ മുകളിൽ ഒരു 3 പ്രാവശ്യം വെള്ളം കുടയുക. മുഖം നന്നായി കഴിക്കാൻ വേണ്ടി മുഖത്ത് കുറച്ച് വെള്ളം കുടയുക കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ ഒരരിയും പൂവും ചന്ദനും ഭസ്മവും കൂടി എടുത്തിട്ട്, ചന്ദനും എള്ളും ഒക്കെ എടുത്തിട്ട് അവരെ നമ്മൾ ആരാധിച്ചിട്ട് നടുക്കിടുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യം ചെയ്യുക. 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവരെ സ്വീകരിച്ചിരുത്തി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 12 പ്രാവശ്യം, 12 വാവാണ്, ഈ 12 പ്രാവശ്യം നമ്മൾ ഈ അരിയും പൂവും ഒരു പണം കൂടി ചേർത്തിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് ഈ പിതൃക്കളെ നമ്മൾ നീര് കൊടുക്കുക. അരി, പൂവ്, ചന്ദനം 3 എള്ള് ചേർത്തിട്ട് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്യണം, ഒരു പിന്നെ അരിയും പൂവും ചന്ദനം കൂടി എടുത്തിട്ട് നമ്മൾ ഇവരെ ഒന്നും കൂടി ആരാധിക്കുക. അപ്പം അതിന് ശേഷം നമ്മൾ ഇവരെ പിന്നെയും നമ്മൾ കാല് കഴുകിച്ച്
മുഖമൊക്കെ ഒന്ന് കഴുകിച്ച് ഒന്നും കൂടി വെള്ളം 3 പ്രാവശ്യം കൊടുത്ത് നന്നായി നമസ്കരിക്കുക. എങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തത് നന്നായോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അറിവില്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും പുറത്തിട്ട് എൻ്റെ കുട്ടികളെയും കുടുംബത്തിനെയും വേണ്ടപ്പെട്ടവരെ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് നമ്മൾ നന്നായി തൊഴുതതിൻ്റെ ശേഷം നന്നായി നമസ്കരിക്കുക. ഈ പുല്ലിൻ്റെ മുകളിൽ നന്നായി നമസ്കരിക്കുക. ആണുങ്ങളാണെങ്കിൽ നല്ലോണം നിലത്ത് മുട്ടിച്ച് നമസ്കരിക്കുക. പെണ്ണുങ്ങളാണെങ്കിൽ ഇനി മുട്ടുത്താൻ വയ്യാത്തവർക്ക് നല്ലോണം തൊട്ട് തലയിൽ വെച്ച് നമസ്കരിക്കുക. അതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം കൂടി വെള്ളം കൊടുക്കുക. വെള്ളം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ഇപ്പം നമ്മളിങ്ങോട്ട് താഴത്തേക്ക് അവരെ കൊണ്ടുവന്ന മാതിരി തന്നെ അവരെ നമ്മൾ പിതൃലോകത്തേക്ക് പറഞ്ഞയക്കണം. ഇതിൻ്റെ മുകളിൽ വെക്കണം, ഈ പുല്ലിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം. പുല്ലിൻ്റെ നടുക്ക് വെച്ച് നന്നായി പ്രാർത്ഥിച്ച് പിന്നെ ഇലയിൽ കുറച്ച് വെള്ളം ഇങ്ങനെ കുമ്പളാക്കിയിട്ടെടുത്തിട്ട് ഇങ്ങനെ 3 പ്രാവശ്യം ഒഴിഞ്ഞ് ആ ദീപത്തിനെയും ധൂപത്തിനെയും ഒക്കെ ഒഴിഞ്ഞ് നന്നായി പ്രാർത്ഥിച്ച് അതിൻ്റെ മുകളിൽ കമഴ്ത്തി അതിൻ്റെ തുഞ്ചത്തുനിന്ന് ഒരു ചീന്തിയിട്ട് അതിനൊരു അരിമണി എടുത്ത് നമ്മൾ വാസിച്ച് പുറത്തേക്കിടുക. എന്നതിന് ശേഷം നമ്മളിതൊക്കെ കൂടി വാരിയിട്ട് ഒരു ആ ഇലയിലാക്കിയിട്ട് അവിടെ കരക്കിൽ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് നന്നായി കയ്യൊക്കെ കൊട്ടിയിട്ട് കുളിച്ച് ശുദ്ധമായിട്ടുണ്ട് പോരുക. എന്നിട്ട് നന്നായി പ്രാർത്ഥിക്കുക ദൈവത്തിനോട്. എന്ത് പ്രാർത്ഥിക്കുക? ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ടാവില്ല, എനിക്ക് അറിവില്ലാതെ ചെയ്തതാണ്, എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണമെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ എടുത്തു വെച്ച ഈ പണം ഉണ്ടല്ലോ അത് അവിടെ ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് കുളിച്ച് സുഖമായിട്ട് വീട്ടിലേക്ക് പോരുക. വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും അവർക്ക് വിശേഷപ്പെട്ട എന്തെങ്കിലും മധുര പലഹാരങ്ങളോ ഇറച്ചിയും മാംസമൊക്കെ മത്സ്യമൊക്കെ കൂട്ടുന്നവരാണെങ്കിൽ അതോ പപ്പടം കാച്ചിയത്, ചോറ്, എന്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം വെച്ചത് ഒരു 2-3 ഇല വെച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ ഇല വെച്ച് ഒരു വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ആദ്യം ഒരു ഗണപതി പൂജ കഴിക്കുക. ആ ഒരു മലരൊക്കെ വെച്ച് ശർക്കര ഒക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മൾ വെച്ച് ഒരു അരിയും പൂവൊക്കെ ഇട്ട് വീട്ടിലുള്ളവരെല്ലാവരും ഒന്ന് തൊഴുത് നമസ്കരിച്ച് കൊല്ലത്തിലൊരു പ്രാവശ്യം ചെയ്താൽ എന്തുണ്ടാവും? നമ്മളെ കുടുംബത്തിലേക്ക് ഐശ്വര്യം ഉണ്ടാവും. പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു കൊല്ലത്തിലൊരു പ്രാവശ്യമാണ് കർക്കിടക വാവിൻ്റെ അന്ന്. അത് നമുക്ക് മരിച്ചു പോയ അച്ഛനോ അമ്മയ്ക്കോ അല്ല, നമ്മൾ പുരാതനമായിട്ട് മരിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താൽ നമ്മളെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും. നമുക്കത് അറിവായിട്ട് പറഞ്ഞു തരുന്നല്ലോ കേട്ടോ, നമ്മൾ തിരുനാവായൊക്കെ പോയി ചെയ്ത് കണ്ടതുകൊണ്ട് ഇങ്ങനെ പറയുന്നതാണ്. അങ്ങനെ ചെയ്താൽ നന്നെന്നാണ് നമ്മളൊക്കെ വിശ്വാസം. അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ വീട്ടിലാണെങ്കിൽ നമ്മൾ വെച്ച് വരിയിടും, വലിയ ചോറിൻ്റെ ഉരുളയൊക്കെ ഉണ്ടാക്കിയിട്ട്. അതൊക്കെ ഇപ്പോൾ പ്രായോഗികമല്ല. ഒന്നാമത് നമ്മുടെ വീടുകളിലെല്ലാം ആയിട്ട് ശുദ്ധമൊന്നും ശരിയല്ലല്ലോ. അതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ അശുദ്ധങ്ങളും പോകും. അതാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇതിപ്പോൾ അടുത്തെവിടെയെങ്കിലും ഒരു കുളം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ തോടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ചെയ്താൽ മതി. അപ്പം അങ്ങനെ ചെയ്താൽ എല്ലാവർക്കും നല്ലതാണ്. നമസ്കാരം.